ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മമ്മിയുടെ ഒരു സ്പെഷ്യൽ കൊഞ്ച് പച്ചക്കറി കാണാം. നമുക്ക് കുറച്ച് നല്ല വെള്ള കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ള കൊഞ്ച്, അതും നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ കൊഞ്ച് നമ്മളെല്ലാം പൊളിച്ച് വൃത്തിയാക്കി വെച്ചു. ഇനി ഇത് നല്ലവണ്ണം നമ്മൾ കഴുകിയെടുക്കണം. ഇത് പൊളിക്കുമ്പോഴേ ഇതിൻ്റെ പുറത്തൊരു ഞരമ്പ് പോലുണ്ട്. അത് നമ്മളിങ്ങനെ കീറി അതിങ്ങനെ വലിച്ചെടുക്കണം. എന്നിട്ട് ഈ തലയും കൂടെ എടുക്കും. അത് ഈ തലയുടെ അകത്തും ഇങ്ങനെ ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ ആക്കി ക്ലീൻ ചെയ്ത് നല്ലവണ്ണം ഒലച്ചെടുക്കണം. തല എടുക്കുവാണെങ്കിൽ. തല എടുത്തില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇവിടെ വെച്ച് കണ്ടിച്ച് മാറ്റിയിട്ട് വൃത്തിയാക്കി എടുക്കണം. ഇതിനകത്ത് കുറച്ച് കല്ലുപ്പിട്ട് നമ്മൾ മറ്റേ മീനൊക്കെ കഴുകുന്ന പോലെ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകണം. കല്ലുപ്പിട്ട് നമുക്കിങ്ങനെ തേക്കണം. നമ്മുടെ മറ്റുള്ള മീൻ കഴുകുന്ന പോലെ നമ്മൾ വിചാരിക്കും ഇതിന് അഴുക്കൊന്നുമില്ല എന്ന്. ഇത് നല്ലവണ്ണം അഴുക്കുള്ള നമ്മൾ ഉപ്പിട്ട് നല്ലവണ്ണം ഇത് ഒരു പ്രാവശ്യം ഉപ്പിട്ട് തേച്ചിട്ട് പിന്നെ നല്ലവണ്ണം ഒലച്ച് കഴുകി നമ്മൾ എടുക്കണം. നല്ലവണ്ണം പതച്ച് നല്ല അഴുക്കുണ്ട്. ഉപ്പിട്ട് നമ്മൾ അത് കഴുകിയത് കൊണ്ട് നല്ലവണ്ണം ആദ്യത്തെ കഴുകി തന്നെ ഇത്രയും അഴുക്കുണ്ട്. ഒരു കിലോ കൊഞ്ച് നമ്മൾ വൃത്തിയാക്കി എടുത്തപ്പോൾ ഇത്രയും കൊഞ്ചാണ് കിട്ടിയത്. വലിയ കൊഞ്ചായിരുന്നു, കുഴപ്പമില്ല. ഇത്രയും നല്ലതായിട്ട് ക്ലീനാക്കി ഇനി 1-2 പ്രാവശ്യം ഒലച്ചെടുത്താൽ മാത്രം മതി. കൊഞ്ചിൻ്റെ വൃത്തിയാക്കൽ കഴിഞ്ഞു. കൊഞ്ച് പച്ചക്കറി വയ്ക്കുന്നതിന് ആവശ്യമായ തേങ്ങ നമ്മൾ തിരുമിയെടുത്തു. അതിന് കുറച്ച് മുളക് പൊടി, ഇനി അതിന് ആവശ്യമായ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂട്ടി നല്ലവണ്ണം നമ്മുടെ ചെറിയ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. ആദ്യം തേങ്ങ ഇടുക. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ഇതിനകത്ത് തന്നെ അങ്ങ് മിക്സ് ചെയ്യുക. കൊഞ്ച് പച്ചക്കറിക്കുള്ള തേങ്ങ നമ്മൾ നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനിയും നമ്മൾ ഒരു കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 3-4 കൊച്ചുള്ളി, ഇല്ലെങ്കിൽ നമ്മൾ സവാള
ഇല്ലെങ്കിൽ കുറച്ച് സവാള ഇതിനകത്ത് അരിഞ്ഞിടണം. 2 തക്കാളി. ആദ്യം സവാള ഇടുന്നു. പച്ചക്ക് ഇട്ടാൽ മതി, വയറ്റും ഒന്നും വേണ്ട. സവാള ഇടുക. കുറച്ച് പച്ചമുളക് ഇടുക. ഒരു 3-4 പച്ചമുളക്. നമ്മൾ ആവശ്യത്തിനുള്ള മറ്റേ കാശ്മീരി ചില്ലി നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 2 തക്കാളിക്കാ കീറിയത് അത് ഇടുക. അത് ഇട്ടതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനെ ഇതിനകത്തോട്ട് ഇടുക. ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിനകത്തോട്ട് നമ്മൾ ഇടണം. ഇട്ട് നല്ലവണ്ണം ഇത് പിന്നെ അരപ്പ് നല്ലവണ്ണം മിക്സാക്കിയിട്ട് സ്വല്പം കരിയാപ്പില കൂടെ കുറച്ച് കരിയാപ്പില ഇടണം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമ്മൾ ചേർത്താലും പിന്നെ അതിൻ്റെ ജാർ കഴുകി ആ പേസ്റ്റ് കൂടെ ചേർക്കണം. ഒരു സ്വല്പം പിന്നെ ഈ പിഴുപുളി, ഒരു ശകലം പിഴുപുളിയും കൂടെ ഇതിനകത്ത് അരിച്ചൊഴിക്കണം. സ്വല്പം പെരുംജീരകം പൊടിച്ചത് ചേർക്കണം. ഇതിനാവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്തു. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി നമുക്ക് നല്ലൊരു പാത്രമിട്ട് അടച്ചു വയ്ക്കാം. ഗ്യാസ് കത്തിച്ചു. നമ്മുടെ കൊഞ്ചു പച്ചക്കറി റെഡിയായി. ഇനി നമുക്ക് അതിനൊന്ന് കടുവറക്കാം. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ നമ്മൾ ചീനിച്ചട്ടിയിൽ ഒഴിച്ചു. പിന്നെ അതിന് സ്വല്പം കടുക് ഇട്ടു. കടുക് നമ്മുടെ നല്ലവണ്ണം പൊട്ടി കഴിഞ്ഞ് ചുമന്നുള്ളി ഇടണം. ചുമന്നുള്ളിയുടെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി 2-3 വറ്റൽമുളക്, കറിവേപ്പില നമ്മൾ നല്ലവണ്ണം അത് മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ട് മൂക്കട്ടെ. ഇത്തിരി നല്ലവണ്ണം ചുമന്ന് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ചുമക്കുമ്പോൾ ഈ ചുമന്നുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ നല്ല മണം നമ്മുടെ കുഞ്ചിരിയലിനുണ്ടാവും. അപ്പം അതുകൊണ്ട് ശരിക്കൊന്ന് മൂക്കണം. കറുത്ത് പോകരുത്. നല്ലവണ്ണം ഒന്ന് ചുമന്ന് എടുത്തിട്ട് നമ്മുടെ ഇതിനകത്തോട്ട് കൊഞ്ച് പച്ചക്കറിക്കകത്തോട്ട് ഇടണം. നമ്മൾ കടു വറുത്ത് വെച്ചിരുന്നത് എല്ലാം കൂടി നമ്മൾ ഈ കൊഞ്ചിൻ്റെ പച്ചക്കറിക്കകത്തോട്ട് ഇടുക. പക്ഷേ എന്തൊരു മണം കണ്ടോ? നിങ്ങൾ കണ്ടോ? കടു വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിൻ്റെ പുറത്തോട്ട് ഇട്ടപ്പോൾ കണ്ടോ? അത് ഞാനിനി നല്ലവണ്ണം ഒന്ന് ഇളക്കി നമ്മളിനി കഴിക്കാൻ പോകുമ്പോൾ ഇത് ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. നമ്മുടെ കൊഞ്ച് പച്ചക്കറി നല്ല സൂപ്പറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം ഇങ്ങനെ.